നമസ്കാരം. ആയില്യം നക്ഷത്രക്കാർക്ക് 2026 നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് മനോദുഃഖം ഒരുപാട് വന്നു ചേരുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഇവർക്ക് ചെയ്തു തീർക്കാൻ 2026 ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ സ്വായത്തമാക്കുന്നത് ആയില്യ നക്ഷത്രക്കാർക്ക് നന്നായിരിക്കും. തനിക്കും തന്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ രോഗങ്ങൾ നിരന്തരമായിട്ട് ഒരാൾ കഴിഞ്ഞ് അടുത്ത ആൾ കഴിഞ്ഞ് ഇങ്ങനെ നിരന്തരമായിട്ട് രോഗദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് വിചാരിച്ചിരിക്കാത്ത രീതിയിൽ ദുരിതം വിതയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഈ 2025 അവസാനവും. ആയില്യ നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് സർപ്പമാണ്. സർപ്പത്തെ പൂജിക്കുന്നതും നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനായിട്ട് നല്ലതാണ്. മാസത്തിലെ പക്കപ്പിറന്നാളുകളെങ്കിലും നിങ്ങൾ നാഗക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളുടെ ജീവിത ഐശ്വര്യം ഉയർച്ചയ്ക്കൊക്കെ നല്ലതാണ്. സ്ത്രീകളായിട്ടുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ധാരാളം മനോദുരിതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കാം. കുടുംബജീവിതത്തിൽ ഒരു ഒഴിയാബാധ പോലെ നിങ്ങളെ ദുരിതങ്ങളെ പിന്തുടരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എത്രയേറെ നിങ്ങൾക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും സ്വായത്തമാക്കാമോ അത്രയേറെ കാര്യങ്ങൾ നിങ്ങൾ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ 2025 അവസാനവും 2026 കാലഘട്ടങ്ങളിലൊക്കെ നടത്തിക്കൊണ്ട് പോവുക. നിത്യവും നിങ്ങൾ ഓം ഹ്രീം ഹ്രീം ശ്രീം ശ്രീം ലക്ഷ്മി വാസുദേവായ നമ എന്ന മന്ത്രം നിത്യവും നിങ്ങൾ ജപിക്കുന്നത് നന്നായിരിക്കും.